പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പൊതുമരാമത്ത് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതാണ് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നത്. കേന്ദ്ര നടപടിയിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും ചടങ്ങുകൾ ബഹിഷ്കരിക്കുകയും ചെയ്തു. കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനും മുഖ്യമന്ത്രി എത്തിയില്ല. മന്ത്രി മുഹമ്മദ് റിയാസ് ആകട്ടെ രാമനാട്ടുകരയിൽ ദേശീയപാതയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചാണ് പ്രതിഷേധിച്ചത്. നമ്മുടെ നാടിന് വികസനം വേണം, അത് നമ്മുടെ എല്ലാം ആവശ്യമാണ്. പക്ഷേ അത്തരം വികസന സ്വപ്നങ്ങൾ പൂവണിയുന്ന നിമിഷങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിച്ച് അതിന്റെ ശോഭ കെടുത്തേണ്ടതുണ്ടോ എന്നാണ് പൊതുജനത്തിന് ചോദിക്കാനുള്ളത്. अब बदलेगा, अब केरलम आगे बढ़ेगा. मारा तजमारुम इनी केरलम वलारुम. കേരളം കാത്തിരുന്ന വികസന പദ്ധതികൾക്ക് ചിറകുവിരിക്കുന്നു. മലയാളികൾക്ക് അഭിമാനത്തിന്റെ നിമിഷം. എന്നാൽ ഈ ആഹ്ലാദവേളയിൽ കല്ലുകടിയായി രാഷ്ട്രീയ വിവാദം. വികസന പദ്ധതികളിൽ രാഷ്ട്രീയം കലർത്തിയത് ആരാണ്? മുന്നണികൾ പരസ്പരം പഴിചാരുമ്പോൾ ജനം മൂക്കത്ത് വിരൽ വെക്കുന്നു. എന്തൊരു കാലമാണിത്! ബി.ജെ.പി. സ്റ്റേറ്റ് പ്രസിഡന്റ് PWD മന്ത്രിയെ വെട്ടിവരേണ്ട ആളാണോ? നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ? ഈ സർക്കാരിനെ ജനങ്ങൾ തെരഞ്ഞെടുത്താണ്. കേരളത്തിന്റെ അവകാശമാണ് ഇത്തരം ഉദ്ഘാടന പരിപാടിയിൽ ബന്ധപ്പെട്ടവർ പങ്കെടുക്കുക. ദേശീയപാത ഉദ്ഘാടനങ്ങൾ കേരളത്തിന്റെ പട്ടികകൾ എടുത്തു പരിശോധിച്ചാൽ എല്ലാ കാലത്തും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉണ്ടാവാറുണ്ട്, സ്വാഭാവികമാണ്. ഇവിടെ തന്നെ ഞാൻ ഈ വകുപ്പിന്റെ ചുമതല എടുത്തതിന് ശേഷം എത്ര ദേശീയപാത പരിപാടി പങ്കെടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടതല്ലേ? അപ്പോൾ എന്തിനു ഒഴിവാക്കി? അത് ശരിയാണോ? മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞതിൽ കാര്യമില്ലാതില്ല. കേരളത്തിലെ ദേശീയപാത വികസനം പ്രതിസന്ധിയിലായ ഒരു കാലമുണ്ടായിരുന്നു. ദേശീയപാതയുടെ വീതി 30 മീറ്ററോ 45 മീറ്ററോ എന്ന തർക്കം നടന്ന നാളുകളുണ്ടായിരുന്നു. ദേശീയപാത വികസനത്തിനെതിരെ സമരം നടന്ന കാലം. ഒടുവിൽ 45 മീറ്റർ പാതയ്ക്ക് സമ്മതിച്ചപ്പോൾ ഭൂമി ഏറ്റെടുക്കലിന്റെ 25% കേരളം വഹിക്കണം എന്നായി. 5800 കോടി രൂപ കേരളം നൽകിയത് ഇന്ത്യയിൽ മറ്റെങ്ങുമില്ലാത്തതായിരുന്നു. ദേശീയപാത വികസനം യാഥാർത്ഥ്യമായി. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിന്റെ ആവശ്യങ്ങളോട് അനുഭാവത്തോടെ പ്രതികരിച്ചത് ദേശീയപാത വികസനം വേഗത്തിലാക്കി. I understand your problem regarding giving contribution for land acquisition. My request is without taking any single rupees from your budget, I will give the proposal that please give us the aggregate and sand royalty free. I am really happy that Kerala is changing and our road infrastructure is going to increase after 25, 3 times more tourism in Kerala, which is giving more progress, more development, more employment potential and also for the young talented youth of the Kerala. ഉദ്ഘാടനമാകുമ്പോൾ കാര്യം മാറും. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് ക്ഷണമുണ്ട്, സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രിക്കില്ല. ഇതോടെ മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും കലൂരിലെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചു. അങ്ങേയറ്റത്തെ മര്യാദകേടാണ് ഇന്ത്യ ഗവൺമെന്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ കാണിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനെ ഈ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയത് അദ്ദേഹത്തോടോ സംസ്ഥാന സർക്കാരിനോടോ മാത്രമുള്ള മര്യാദകേടല്ല, കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. കേരളത്തെ ആകെ അപമാനിച്ചിരിക്കുകയാണ്. മതനിരപേക്ഷ കേരളത്തോടുള്ള പ്രധാനമന്ത്രിയുടെ വെല്ലുവിളിയാണ്, അപമാനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിനുള്ള മറുപടി കേരളത്തിലെ ജനങ്ങൾ കൊടുക്കും. കലൂരിൽ പ്രധാനമന്ത്രി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ദേശീയപാതയിൽ തുറന്ന ജീപ്പിൽ സഞ്ചരിച്ച് സമാന്തര ഉദ്ഘാടനമായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചത്. രാഷ്ട്രീയ വിവാദം തുറന്നതോടെ പ്രതികരണവുമായി ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് തന്നെ രംഗത്തെത്തി. സംസ്ഥാന സർക്കാരിന്റെ ഹെഡ് ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമകനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് എവിടെ എഴുതിയിട്ടില്ല. അത് അവർക്കൊരു പ്രശ്നമാണെങ്കിൽ ആയിക്കോട്ടെ. ചീഫ് മിനിസ്റ്ററിനെ ഇൻവൈറ്റ് ചെയ്തു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിൻ്റെ ഒപ്പം ആര് വരണം എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. മുഖ്യമന്ത്രിക്ക് അറിയാലോ, ഇത് 5, 6, 7 ദിവസം മുമ്പേ മുഖ്യമന്ത്രിക്ക് അറിയാലോ ഇങ്ങനെ പ്രധാനമന്ത്രി വരുന്നുണ്ടെന്ന്. അപ്പോൾ അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രിയെ ഒഴിവാക്കിയെങ്കിലും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെ ക്ഷണിച്ചിരുന്നു. 2017 കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങിൽ അന്നത്തെ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റായിരുന്ന കുമ്മനം രാജശേഖരനെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ക്ഷണിച്ചത് അക്കാലത്ത് വാർത്തയായിരുന്നു.
വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിംഗ് ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ക്ഷണിക്കാതിരുന്നത് ഇതേ സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനും ഈ വിവാദത്തിൽ ചിലത് പറയാനുണ്ട്. അതൊക്കെ വെറുതെ ഈ BJPയും CPMഉം തമ്മിൽ വലിയ തർക്കമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന നാടകങ്ങളാണ്. ആ നാടകങ്ങൾക്ക് അപ്പുറം ഒന്നുമില്ല. ഉദ്ഘാടനം ചെയ്യാറായിട്ടില്ല. ഉദ്ഘാടനം ചെയ്യേണ്ടത് പണി പൂർത്തിയാക്കിയിട്ടാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്, അല്ലാതെ അല്ല ഉദ്ഘാടനം ചെയ്യേണ്ടത്. ഇതൊക്കെ വെറും നാടകമല്ലേ, അല്ലാതൊന്നുമില്ല. ഇനിയിപ്പോൾ 2 ദിവസം ആഘോഷിക്കാമല്ല, ഭയങ്കര BJPയുമായിട്ട് ഏറ്റുമുട്ടുന്നു എന്നൊക്കെ പറയും. തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ചറാണെന്ന് പോലും അന്വേഷിക്കണം നോക്ക്. നാട്ടുകാരുടെ കാശ് ഉപയോഗിച്ച് ചെലവ് ചെയ്യുന്നതാണ്. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, സംസ്ഥാനത്ത് പൊതുമരാമത്ത് മന്ത്രി വിളിക്കുന്ന പരിപാടിക്ക് അത് വിളിക്കാതിരുന്നത് തെറ്റ് തന്നെയാണ്. ഏതായാലും ഇത് ഉദ്ഘാടന കാലമാണ്. വോട്ട് ലക്ഷ്യമാക്കി ഉദ്ഘാടന മഹാമഹങ്ങൾ പൊടിപൊടിക്കുകയാണ്. ഒടുവിൽ പറയട്ടെ, ദേശീയപാതയുടെ പൂർത്തിയായ റീച്ച് മാത്രമാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. പണി ഇനിയും ബാക്കിയാണ് തെക്കുവടക്ക് പാതയിൽ. എല്ലാം പൂർത്തിയായിട്ട് മതിയായിരുന്നില്ലേ ഉദ്ഘാടനം? അപ്പോൾ അകറ്റി നിർത്തിയാൽ മതിയായിരുന്നില്ലേ തർക്കം? ഇപ്പോൾ ആർക്കു വേണ്ടിയാണ് ഈ തർക്കം? എന്തിനു വേണ്ടി അകറ്റി നിർത്തൽ? ജനം മറുപടി നൽകട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.